ഏവർക്കും ഡെമോക്രാറ്റിക് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിലമ്പൂരിൻ്റെ സുൽത്താൻ എന്ന് പറയപ്പെടുന്ന PV അൻവറിനോടാണ് ഈ വിനീതന് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുന്ന പിണറായിസത്തെ താങ്കൾ എതിർക്കുന്നു എന്ന് പറയപ്പെടുന്നു. താങ്കൾക്ക് പിണറായിസത്തെ എതിർക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ പിണറായിസത്തെ എതിർക്കുക എന്നത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഈ കേരളത്തിലെ ഏതൊരു വ്യക്തിയുടെയും അനിവാര്യമാണ്, ഏതൊരു വ്യക്തിക്കും ആവശ്യമാണ്. കാരണം പിണറായി വിജയൻ വെറും ഒരു അഴിമതിക്കാരൻ എന്നതിലുപരി അഴിമതി മറച്ചു വെക്കാൻ വേണ്ടി RSS ഫാസിസത്തോട് രഹസ്യമായി സന്ധി ചെയ്തു കഴിഞ്ഞ കേരളത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ RSSന് ഒറ്റിക്കൊടുത്ത രാഷ്ട്രീയ നേതാവ് കൂടിയാണ് പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ കേരളത്തെ രക്ഷപ്പെടുത്താൻ പിണറായിസത്തെ എതിർക്കുക എന്നതിലുപരി കേരളത്തിലെ ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലുമുള്ള അഴിമതിക്കാരെ മാത്രം സംരക്ഷിക്കുന്ന ഒരു സംവിധാനം കേരളത്തിൽ പതിറ്റാണ്ടുകളായി നിലവിലുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷത്തിലും കേരളത്തിലെ വലതുപക്ഷത്തിലും അഴിമതിക്കാരല്ലാത്ത നിസ്വാർത്ഥരായ ഒരുപാട് പൊതുപ്രവർത്തകരുണ്ട്. പക്ഷേ അവരൊന്നും അധികാര ശിലാകേന്ദ്രങ്ങളിലേക്ക് എത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ കേരളം കഴിഞ്ഞ 10-15 വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് UDFിലെയും LDFിലെയും BJPയിലെയും അഴിമതിക്കാരായ ഒരു സിൻഡിക്കേറ്റാണ്. അതിനെതിരെ ശബ്ദിക്കാൻ കേരളത്തിലെ UDFിലും LDFിലും അഴിമതിക്കാരുണ്ട്. അവർക്കെല്ലാവർക്കും നേതൃത്വം കൊടുക്കുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ CPMനെ RSSന് ഒറ്റിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത് മകൾക്ക് വേണ്ടിയുമാണ് എന്ന സത്യം കേരളത്തോട് തുറന്നു പറഞ്ഞുകൊണ്ട് പരസ്യമായി അതിൽ നിന്ന് വൻ പ്രത്യാഘാതങ്ങൾ താങ്കൾക്ക് സംഭവിക്കും. പക്ഷേ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അടിമയല്ലാത്ത മുസ്ലിം ലീഗുകാരനായിരിക്കാം, എന്നാൽ അവർ മുസ്ലിം ലീഗിൻ്റെ അടിമയായിരിക്കില്ല. CPMകാരനായിരിക്കാം, എന്നാൽ അവൻ CPMൻ്റെ അടിമയായിരിക്കില്ല. കോൺഗ്രസ്സുകാരനായിരിക്കാം, എന്നാൽ അവൻ കോൺഗ്രസിൻ്റെ അടിമയായിരിക്കില്ല. BJPക്കാരനായിരിക്കാം, എന്നാൽ അവൻ BJPയുടെ അടിമയായിരിക്കില്ല. അങ്ങനെയുള്ള കേരളത്തിലെ മുഴുവൻ അടിമകളല്ലാത്ത പൊതുപ്രവർത്തകരും പാർട്ടി പ്രവർത്തകരും താങ്കൾക്ക് പിന്നിലുണ്ടാകും. താങ്കൾ സത്യം തുറന്നു പറഞ്ഞുകൊണ്ട് നിലമ്പൂരിൻ്റെ മണ്ണിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ബാനറിൽ ടിക്കറ്റിൽ ഈ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന UDF, LDF, BJP അഴിമതി കോർ കമ്മിറ്റി നടത്തുന്ന ഈ ഭരണത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഇലക്ഷനെ നേരിടാൻ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ താങ്കൾ തയ്യാറുണ്ടെങ്കിൽ താങ്കൾക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു പുതിയ രാഷ്ട്രീയ മുന്നേറ്റം കേരളത്തിൻ്റെ മണ്ണിൽ നടത്താൻ കഴിയും. ഒരു സംശയവും അതിൽ വേണ്ട. ഈ വിനീതിൻ്റെ പിന്തുണയും ഉണ്ടാകും. ജയ് ഹിന്ദ്.